നമസ്കാരം. സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് പല വിധത്തിലും. പക്ഷേ സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ആ നിമിഷങ്ങളെ എങ്ങനെ സമ്മാനിക്കാം? അങ്ങനെയാണ് പെരുമ്പാവൂർ പുല്ലുവഴിയിലുള്ള സ്ഥലത്ത് ഞാൻ എത്തിയത്. യാദൃച്ഛികമാണ്. ഒരിക്കൽ ദുബായിൽ വെച്ച് പരിചയപ്പെട്ട പ്രവാസി മലയാളിയായ ഡോക്ടർ സുനിൽ ദത്ത്. ഞാൻ കയറി ചെല്ലുമ്പോൾ വളരെ ഉസ്താദ് സിനിമ ആണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഒരു സൈഡിൽ മോഹൻലാലിൻ്റെ ഏട്ടൻ എന്ന കഥാപാത്രം, മറിച്ച് അദ്ദേഹം ഉസ്താദായി മീശ വിരിക്കുന്നൊരു ക്യാരക്ടർ. ഞാനിത് പറയാൻ കാരണം, സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന് തൻ്റേതായ സാമ്രാജ്യങ്ങൾ കീഴടക്കി ഉന്നത പദവിയിലിരിക്കുമ്പോഴും തൻ്റെ ഗ്രാമത്തെ മറക്കാത്ത ഒരു നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതം നിങ്ങളൊന്നറിയണം. അത് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും വളർന്നു വന്ന തലമുറക്ക് അതൊരു ഗുണകരമായ കാര്യമായിരിക്കും. ഡോക്ടർ സുനിൽ ദത്ത് സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടിങ്ങിലൊക്കെ ഡോക്ടറേറ്റ് നേടിയ, G&B കോൺട്രാക്ടിങ് മൾട്ടിനാഷണൽ കമ്പനിയുടെയൊക്കെ CEO ആയിരിക്കുന്ന ആ നല്ല മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡോക്ടർ സുനിൽ ദത്ത്. നമസ്കാരം. എൻ്റെ പേര് സുനിൽ ദത്ത്. എൻ്റെ ഗ്രാമം പുല്ലുവഴി. പ്രാഥമിക വിദ്യാഭ്യാസം പുല്ലുവഴിയിൽ ഗവൺമെൻറ് സ്കൂളിൽ നിന്നും പഠിച്ച് ഒരു പ്രൈവറ്റ് ജയകേരളം ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച്. അല്ല, ഏത് സ്കൂളായിരുന്നു? ജയകേരളം ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം എൻ്റെ തുടങ്ങിയത്. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മളുടെ ഉപരിപഠനത്തിനൊപ്പം ജോലിയും ചെയ്ത് ഓരോ പടിപടികളായിട്ട് ഞാൻ ഉയരുകയാണ് ചെയ്യുന്നത്. എത്ര മക്കളാണ്? എൻ്റെ അച്ഛൻ്റെ പേര് വേലപ്പൻ എന്നായിരുന്നു, അമ്മയുടെ പേര് ഭാർഗവി അമ്മ. അവർക്ക് ഞങ്ങൾ 4 സിബ്ലിങ്സ് ആണ് ഉള്ളത്. മൂത്ത 2 ജ്യേഷ്ഠന്മാരും ഞാൻ മൂന്നാമത്തെ ആളും, എൻ്റെ താഴെ ഒരു അനുജനും ഉണ്ട്. മൂത്തയാളുടെ പേര് കൃഷ്ണൻ നായർ ആയിരുന്നു. രണ്ടാമത്തെ ആളുടെ പേര് മോഹൻ നായർ. ഞാൻ സുനിൽ ദത്ത്. എൻ്റെ താഴെയുള്ളത് രാജീവ് നായർ. അവർ 3 പേരും ഹൃദയാഘാതം മൂലം പല ശാരീരിക അസ്വസ്ഥ കൊണ്ട് അവരുടെ വിട്ടുപോയി. അച്ഛൻ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഗ്യാമൺ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അമ്മയുടെ കൂടെ ഞങ്ങളുടെ ഇവിടെ ഈ ഗ്രാമത്തിൽ താമസിച്ചിട്ടിരിക്കുന്നു. ഒരു 40-50 വർഷം മുമ്പ് നമ്മളുടെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ അമ്മയുടെ വീട്ടിലും മുത്തശ്ശി വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഡിസിപ്ലിനായിട്ട് എന്നെ വളർത്താനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ അതിന് അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് തരാൻ പറ്റിയ ഒരു അന്തരീക്ഷത്തിലല്ലായിരുന്നു എൻ്റെ ചെറുപ്പകാലം. ബാല്യകാലത്തിൽ ഇങ്ങനെ ഒരു ഭാവി മനസ്സിൽ കണ്ടിരുന്നു, ഞാനിങ്ങനെ വിദേശത്ത് പോകും അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരും എന്നുള്ളത്? അത് ആ ഒരു മേഖലയിലേക്ക് വരാനായിട്ട് കൂടുതൽ എനിക്ക് ജോലിയിൽ ഞാൻ വിദേശത്ത് പോയതിന് ശേഷമായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പല കഠിനായികളും വന്നായിരുന്നു. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് നമുക്ക് ഓരോ ജേർണിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതം തുടങ്ങിയത് വളരെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ജനറൽ ക്ലറിക്കൽ ജോബിൽ നിന്ന് ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഈ കമ്പനിയിൽ ജോലി തുടങ്ങിയത്. കഴിഞ്ഞ 45 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയിൽ തന്നെ ഓരോ പടിയായിട്ട് ഓഫീസറിൽ നിന്ന് മാനേജറിൽ നിന്ന് സീനിയർ മാനേജറായി, അങ്ങനെ പിന്നെ കോൺട്രാക്ട്സ് മാനേജറായി, പ്രൊക്യൂർമെൻറ്റ് ഡിവിഷനിലിരുന്നു. അങ്ങനെ ഓരോ ഡിവിഷനിലും ഇരുന്നത് ജനറൽ മാനേജർ പൊസിഷനിലിരുന്നു. ഒരു 7-8 വർഷം ഞാൻ ജനറൽ മാനേജറായിട്ട് വിദേശത്ത് ദുബായിലിരുന്നു. വളരെയധികം ജോലികളും വളരെയധികം കോവിഡ് സമയത്തൊക്കെ ഗവൺമെൻറ് ഓഫ് ദുബായിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ സമയത്തല്ലേ സാറിന് ഗോൾഡൻ വിസ കിട്ടുന്നത്. അവർ ഗോൾഡൻ വിസ നമുക്ക് തന്നെ അംഗീകരിക്കുകയും അതുകൂടാതെ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും പല സാറിന്റെ കീഴിൽ തന്നെ 3000-ഓളം അതെ ജോലിക്കാരുണ്ട്. 10,000. ഏറ്റവും വലിയ പ്രത്യേകത ഒരു കമ്പനിയിൽ തന്നെ ഇത്ര വർഷം നിൽക്കാന്ന് പറഞ്ഞാലല്ലേ, വലിയ കാര്യമുള്ളൂ. കാരണം ഏതൊരു ജോലി സ്ഥലത്ത് കയറിയാലും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 6 വർഷം കഴിയുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ അവരായിട്ട് ഉടക്കി പോകും ഇല്ലേ? ഇപ്പൊ ഈ ഒരു അതെന്താ പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, സിൻസിയറിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ജോലി, എനിക്ക് പ്രാഥമികമായിട്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ
ഇതായിരുന്നു. കാരണം കഠിനമായ അധ്വാനം അതാണ് ഞാൻ ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. അല്ല, എന്റെ ഏറ്റവും വലിയ പ്രത്യേകത പെൻഷൻ പ്രായം കഴിഞ്ഞില്ലേ? പെൻഷൻ പ്രായമൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ഇത്രയും വലിയ കമ്പനി ഇപ്പോഴും വിടാതിരിക്കുന്നതിന് അവരുടെ കൂടെ ആത്മാർത്ഥത, അത് നമ്മളുടെ സത്യസന്ധമായിട്ട് അവരുടെ കൂടെ ജോലി ചെയ്യും. ഞാൻ എനിക്ക് എന്നിൽ ഏൽപ്പിക്കുന്ന ജോലിയെ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സമർത്ഥനാണെന്നുള്ള അവർക്ക്. അതല്ലാതെ നമുക്ക് തിരിച്ച് പുല്ലുവഴിയിലേക്ക് വരാം. ഈ ഇന്ന് കാണുന്ന ഈ പുല്ലുവഴി പാനേക്കാവ് ഭഗവതി, ശാസ്ത്ര സമേതയായിരിക്കുന്ന ഭഗവതി, ഇത് ശരിക്കും ജീർണാവസ്ഥയിലായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം സാറ് തന്നെ ആ ഒരു 30 സെന്റ് സ്ഥലം അവിടെ നിന്ന് വാങ്ങി ഇന്ന് കാണുന്ന ആ ഒരു ഭംഗിയായിട്ട്, ഇത് എന്തുകൊണ്ടാണ് സാറിന് അത് ചെയ്യാൻ തോന്നിച്ചത്? അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുജത്തി ഇവിടെ അടുത്ത് തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ അടുത്ത് ഞാൻ സ്ഥിരം പോയിരുന്നു. ആ അമ്മയാണ് ഇവിടെ 2 ക്ഷേത്രമുള്ളത്. ഒന്നൊരു മഹാദേവ ക്ഷേത്രവും, അത് കൂടാതെ ഈ പാനേക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയാണ് ഈ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ജനിച്ച സ്ഥലം. അവിടെ ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അവർക്ക്. അവർ 4 ജ്യേഷ്ഠനിമാരായിരുന്നു. അവർക്കിടെ ആ സ്ഥലത്ത് ഈ ഏതോ ടിപ്പുയുടെ ഒരുക്ക സമയത്ത് വേറെ ഏതോ സ്ഥലത്തു നിന്ന് അവരിവിടെ വന്നതാണെന്നും അവിടെ അതൊരു ചാക്യാരുടെ അധീനതയിലുണ്ടായിരുന്ന 10-20 ഏക്കർ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ കുറേ കുടുംബങ്ങൾ കൂടി ഈ വീട് മേടിച്ചു. ആ സ്ഥലം മുഴുവൻ ഇവർക്ക് കൊടുക്കുകയും. അപ്പോൾ അതിൽ പടിഞ്ഞാറ് വീടും കിഴക്കേ വീടും 2 എണ്ണം ഉണ്ട് തിരിഞ്ഞ്, ഓരോ കുടുംബക്കാർ തന്നെ. അപ്പോൾ അതിൽ ഈ പടിഞ്ഞാറ് വീടിൻ്റെ ഭാഗത്ത് കിട്ടിയതായിരുന്നു എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. അവരെല്ലാം താമസിച്ച എൻ്റെ അച്ഛൻ്റെ ജനനവും അച്ഛൻ്റെ സഹോദരന്മാരും എല്ലാം അവിടെയാണ് ജനിച്ചത്. അപ്പോൾ അവിടെ ആ പൂർവികരായിട്ട് ആരാധിച്ചിരുന്ന ഒരു ആരാധനാമൂർത്തിയായിരുന്നു ഈ ദുർഗ. പിന്നെ ഭദ്രകാളി, ശാസ്താവും പിന്നെ സർപ്പവും ഉണ്ടായിരുന്നു. എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഒക്കെ ഈ മുത്തശ്ശിയുടെ അടുത്ത് അന്ന കാലത്ത് പറയുമ്പോഴും ഭഗവതി ധ്യാനിച്ചോളുക, കുട്ടിക്കാരപ്പനെ വിചാരിച്ചോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് പഠിക്കണം, അല്ലാതെ നീ ജയിക്കാൻ പോലില്ല. ആ ഭഗവതിയുടെ ക്ഷേത്രം നിർമ്മിക്കാൻ വന്നത് തന്നെ അതൊരു തോന്നിയത് തന്നെ എനിക്ക് ബാക്ക് ഓഫ് മൈൻഡിൽ ഏതോ സമയത്ത് ഇങ്ങനെയൊരു ക്ഷേത്രത്തെ പറ്റിയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ, അബോധ മനസ്സിൽ വന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഏതൊരു സമയത്ത് അത് ചെയ്യണം എന്നുള്ളൊരു പ്രചോദനം എനിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും വിളിക്കുകയും എല്ലാവരുമായിട്ട് സംസാരിക്കുകയും. ആത്മീയത നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഓരോരുത്തരുടെയും ഓരോ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു മനുഷ്യനും 365 ദിവസം ഒരേ സമാധാന സന്തോഷം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഏതെല്ലാം സംഘടനകൾ വരുന്നു, ഏതെല്ലാം സമയങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു, ആ സമയങ്ങളിൽ നമ്മൾ ശരണം പ്രാപിക്കുന്നത് ഒരു സങ്കല്പത്തെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വരുന്നതിൽ ഞാൻ ഈ പാനേക്കാവ് ഭഗവതിയെ ഞാനിങ്ങനെ സങ്കല്പത്തിൽ കാണുകയും അതിൻ്റെ ഒരു പ്രചോദനം എനിക്ക് കിട്ടുന്നു. ഗോപാലകൃഷ്ണ വാര്യർ, അദ്ദേഹം വളരെ ജ്യോതിഷ പണ്ഡിതനാണ്. അതുകൂടാതെ മലയാള അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പോയി ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം വന്ന് പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞു, സുനിലിൻ്റെ മനസ്സിലുദിച്ച ആഗ്രഹം നടക്കും, അതിനുള്ളൊരു നിയോഗം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട, നിങ്ങൾ നടക്കും എന്നുള്ള നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിന് ഒന്നുകൂടി ഒരു ശക്തി വന്നു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിനൊരു തന്ത്രി തന്നെ, ഈ തിരുമേനിയുടെ ഈ ഇവിടുത്തെ തന്ത്രിയുടെ അച്ഛൻ തിരുമേനി ഉണ്ടായിരുന്നു, ദാമോദരൻ തന്ത്രി. അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം, നമ്മൾ ഈ ക്ഷേത്രത്തിനെ ഇതാക്കാനായിട്ട് എൻ്റെ കൂടെ ഒരു സഹായിയായിട്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, നമ്മുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളി ഞാൻ അതിന് ഒരു സഹായിയായിട്ട് നിർത്തി. അതുപോലെ അമ്മ ഏത് സങ്കല്പത്തിലാണ്? അത് വനദുർഗയാണ്. ദുർഗ ഭഗവതി ആയിട്ടാണ് ഉള്ളത്. ഇപ്പറയുള്ളത് ഭദ്രകാളിയാണ്. ഭദ്രകാളിയും ശാസ്താവും. അപ്പോൾ ശാസ്താവിൻ്റെ ആ സൈഡിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് നിന്നൊരു അരുവി, അപ്പോൾ അത് നമ്മൾ പമ്പയായിട്ടാണ് അതിനെ സങ്കല്പിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു തോട്, ഇങ്ങനെ നിറയെ വെള്ളം ഒഴുകുന്നുണ്ട്, അരുവി. അപ്പോൾ അതിനെ അതൊരു കോയിൻസിഡൻ്റ് ആയിട്ടാണ് വന്നത്. അവിടെ ശാസ്താവിൻ്റെ സ്ഥാനം കാണുകയും അതിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ഒരു തോടും എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിന്. അപ്പം എൻ്റെ മനസ്സിലൊരു സങ്കല്പം വന്നു, അതൊരു പമ്പ നദിയായിട്ടാണ് ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു സങ്കല്പം.
പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ അടുത്ത് പല ആളുകളും പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ബ്രാഹ്മണിക്കൽ ആൾക്കാർക്ക് മാത്രമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനോ ക്ഷേത്രത്തിനെ പുനഃസ്ഥാപിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. സാധാരണ ഒരു മറ്റുള്ളൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഹിന്ദു സമൂഹത്തിൽ ഞാൻ പാടുന്നതല്ലാതെ എനിക്ക് ഒരു ക്ഷത്രിയനോ ഒന്നും അല്ല. നമ്മൾ ഈ ഭഗവതിയെ ഭംഗിയായിട്ട് ഇരുത്തനും ഭഗവതിക്ക് അതിൻ്റെ സമയാസമയങ്ങളിൽ വിളക്ക് കത്തിക്കും നിവേദ്യവും അർപ്പിക്കാനായിട്ടുള്ള ഒരു നിയോഗം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പം അതിനൊരു വിദേശത്ത് പോകാനും എൻ്റെ ഓരോ കാര്യങ്ങളിലും ജീവിതത്തിൽ എൻ്റെ ഉയർച്ചയിലെല്ലാം ഓരോ ഓരോ വർഷവും ഞാനിവിടെ വന്ന് അമ്മയെ കണ്ടിട്ട് പോകുമ്പോൾ പലവിധം ഞാനൊരു ശാരീരികമായിട്ടും ഒരു കടിയക് പേഷ്യൻ്റ് ആയിരുന്നു. അതുപോലെ നമ്മുടെ പ്രധാന വഴിപാടുകളൊക്കെ എന്താണ് കൊടുത്തത്? പ്രധാന വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഭഗവതിക്ക് പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയുടെ ഗുരുതിയാണ്. ഇവിടെ ഗുരുതി അത് പ്രധാനമാണ്. പിന്നെ അത് കൂടാതെ ഉള്ള സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന നാരങ്ങമാല അർപ്പിക്കുന്ന അത്തരത്തിലുള്ള ഉണ്ടല്ലോ, അത് ഗുരുതി ഉണ്ട്. കളയെഴുത്തും പാട്ടും ചെയ്ത് ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്ന ആ ഒരു ചടങ്ങായിരുന്നു ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഉത്രാടം തിരുനാളിലൂടെ വന്നിരുന്നു. അമ്പലത്തിൽ നമ്മളുടെ ഇതിലെല്ലാം വന്നിട്ട് അദ്ദേഹത്തിനും മനസ്സുകൊണ്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കെന്തെന്ന് പറഞ്ഞാൽ, ഇത് ഈ പറഞ്ഞ മാതിരി ഈ ജ്യോതിഷം പറഞ്ഞ മാതിരി എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, അത് സുനിലിന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ക്ഷേത്രത്തിന് ഇതിങ്ങനെ ചെയ്യാനുള്ള നിയോഗം, അതിൽ ഐശ്വര്യവും കാര്യങ്ങൾ എല്ലാം കിട്ടും. മനസ്സിന് ആരോഗ്യം, സമ്പത്ത് എല്ലാം കിട്ടും. കുടുംബത്തിനും നാടിനും എല്ലാവർക്കും ഒരു ഐശ്വര്യം വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. കൈതപ്പുറം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം വിശിഷ്ടാതിഥികളല്ല. ജയവിജയൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം വന്നിട്ടുണ്ട്. പല പല വ്യക്തികളും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ദിനേശ് പണിക്കർ വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ മെമ്പർ, അവർ നിറയെയധികം വിശിഷ്ടമായിട്ടുള്ള ഈശ്വരവിശ്വാസത്തിലൂടെ ഉള്ള ആളുകളെല്ലാം ഇവിടെ വരികയും തൊഴുവും ഇവിടെ പ്രസാദം വാങ്ങി നമ്മളുടെ ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് എല്ലാവരും ഇങ്ങനെ വരുന്നത്. ഇപ്പം അനിയപ്പനാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് വളരെ ഒരു ആത്മബന്ധം അനിയപ്പനായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് കൂടെ വരാനോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനോ ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടും ഈ ഗ്രാമത്തെ പറ്റിയിട്ടും എന്തെങ്കിലും പകർത്താനും കിട്ടിയ ഒരു അവസരം, അതും ഒരു നിയോഗമാണ്. അതും എനിക്ക് അങ്ങനെ ഒരു അനിയപ്പനായിട്ട് കാണുകയും ഞാൻ സംസാരിച്ചപ്പോൾ സാറേ ഞാനിത് ചെയ്യാം, അതിന് വേണ്ട എല്ലാ വിധത്തിലുള്ള അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയും വരാമെന്നും നമ്മളോട് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഞാനതിനൊക്കെ വിചാരിക്കുന്ന ഇതെല്ലാം ആകസ്മികമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പിന്നെ ദേശനാഥൻ കുട്ടിക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനുണ്ട്, അമ്മയെ വിളിച്ചാൽ മതി എന്നിങ്ങനെ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ വേറെ കുഞ്ഞു മക്കളൊന്നും ഇല്ലാത്ത കാരണം മുത്തശ്ശിയുടെ കൂടെ ഞാൻ എപ്പോഴും വരും. അങ്ങനെ കേട്ടപ്പോൾ എൻ്റെ ഒരു ബാക്ക് ഓഫ് മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ മനസ്സിൽ ആദ്യം ധ്യാനിച്ചുകൊണ്ടിരുന്നത് പാനക്കാവിലമ്മേ മഹാദേവ കുട്ടിക്കാട്ടപ്പ എന്നുള്ളൊരു എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നീട് കാലം പുരോഗമിച്ചു. എൻ്റെ ജോലി സ്ഥാനങ്ങളും എൻ്റെ സാമ്പത്തിക നിലകളും ഇതെല്ലാം വന്നതിന് ശേഷം ഇതിൻ്റെ കാവിനോടനുബന്ധിച്ച് കിടന്നിരുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് നഷ്ടപ്പെട്ടു പോയായിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം ഞാൻ തിരിച്ചു 25 സെൻറ്റ് സ്ഥലം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് മറ്റേ ആളുടെ അടുത്ത് നിന്ന് അവരെ കൺവിൻസ് ചെയ്തിട്ട് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിവിടെ വിശ്വാസമില്ലല്ലോ ഇത്, അപ്പോൾ എനിക്കിങ്ങനെ ഇത് ഇത്തരത്തിലൊരു ക്ഷേത്രത്തെ നമുക്കൊന്ന് ചെയ്താൽ കൊള്ളാം എന്നെൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയും അദ്ദേഹം കുറച്ച് നെഗോഷിയേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം കാലക്രമേണ ആ സ്ഥലം എനിക്ക് തന്നു അദ്ദേഹം. അതിനുശേഷം സ്ഥലം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുടുംബത്തിലുള്ള കുടുംബയോഗം എല്ലാ ആൾക്കാരെയും, അംഗങ്ങളെ, എൻ്റെ സഹോദരന്മാരെയും കസിൻസിനെയും എല്ലാവരെയും അവരുടെ കുടുംബം എല്ലാവരെയും വിളിച്ചിട്ട് ഞാനിങ്ങനെ ഇതുമാതിരി ഒരു ക്ഷേത്രം പണിയുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ക്ഷേത്രം പണിയുന്ന കാര്യം നല്ലതാണെങ്കിലും ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ പിന്നീടുള്ള കമ്മിറ്റ്മെൻറ്റുകളും പിന്നീട് അതിനെങ്ങനെ പരിപാലിക്കും. കാരണം ഒരു ക്ഷേത്രത്തിന് ഇപ്പം ഒരു പീഠമായിട്ടുള്ളൂ, അവിടെ ഒരു വിളക്ക് എത്തിച്ചാൽ മാത്രം മതി, അങ്ങനെയാണ് നമ്മളുടെ സങ്കല്പങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ക്ഷേത്രമായിട്ട് മാറുമ്പോൾ അതിന് പല വിധത്തിലുള്ള ഇതുണ്ടാവും. ഏതൊക്കെ സമയങ്ങളിലാണ് ഇവിടുത്തെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ? വാർഷികമായിട്ടുള്ള 2 ദിവസത്തെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠാദിനാണ് വച്ചിരുന്നത്.
അപ്പോൾ പണ്ട് രണ്ടാമത് നമ്മളിവിടെ ഒരു ജ്യോതിഷ പ്രകാരം നമ്മൾ നോക്കിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദേവപ്രശ്നം വെച്ചപ്പോൾ അവർ പറഞ്ഞു ഈ മകരച്ചൊവ്വയാണ് പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതും കളയെഴുത്തുപാട്ടിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ പ്രതിഷ്ഠാദിനത്തെ മാറ്റിയിട്ട് മകരച്ചൊവ്വ ആചരിക്കാനും ആ മകരച്ചൊവ്വയുടെ അന്ന് കളയെഴുത്തുപാട്ട് നടത്തും. അതുകൂടാതെ അമ്മയ്ക്ക് പൊങ്കാല അർപ്പണവും അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ദിവസം. പിന്നീട് തന്ത്രി വന്ന് എല്ലാം ശുദ്ധി കലശം ഈ പൊങ്കാലയൊക്കെ നടത്തുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ എല്ലാം ഒന്ന് ശുദ്ധി കലശം അദ്ദേഹം വന്ന് ഇന്നലെ ആ പരിപാടി അതെല്ലാം കഴിഞ്ഞ ശേഷം ശുദ്ധി കലശം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസം ബ്രഹ്മകലശം ദേവിയുടെ വലിയ ദീപാരാധന, പിന്നെ വെളിയിൽ നിന്ന് ദേവിയെ എഴുന്നള്ളിച്ചിട്ട് അവിടുന്ന് നമ്മൾ വാദ്യമേളത്തോടുകൂടി അവിടെ വരുന്നു, അമ്മയെ സംതൃപ്തിയോടുകൂടി ഇരുത്തുന്നു. അതാണ് മെയിനായിട്ടുള്ളത്. 2 ദിവസമാണ് നമുക്ക് ഉത്സവമുള്ളത്. പിന്നെ എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച, ആദ്യത്തെ വെള്ളി ശനി. വെള്ളി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവതിക്ക് വേണ്ടിയിട്ടും, ശനിയാഴ്ച ശാസ്താവിന്. ഏതായാലും എല്ലാ ഭാവങ്ങളും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. കാരണം ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ. താങ്ക് യു. അത് ദുബായ് പ്രവാസി മലയാളികൾക്ക് മാത്രമല്ല, നമ്മുടെ നാടിനും ഇതുപോലെ ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള ആരോഗ്യം ഭഗവതി ശാസ്ത്ര സമേതം ഭഗവതി തരട്ടെ എല്ലാവർക്കും എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. കണ്ടില്ലേ, ഒരുപാട് മലയാളികൾ നമ്മൾ പരിചയപ്പെട്ടാണ്, ഒരുപാട് പ്രവാസി മലയാളികൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ആളെ? ഞാൻ നേരത്തെ ഉസ്താദിൽ നിന്ന് പറഞ്ഞില്ലേ, ഞാൻ ദുബായിൽ ചെല്ലുമ്പോൾ സോട്ടും ബൂട്ടും ഇട്ട് കണ്ട ആളല്ല ഇന്ന് ആ വൈറ്റ് ആൻഡ് ഇട്ടിരിക്കുന്ന ആൾ. അദ്ദേഹം അമ്പലത്തിലൂടെ നടക്കുന്നതും അമ്പലത്തിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം നമുക്ക് കാണാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജഗദീശ്വരൻ നല്ലത് കൊടുക്കട്ടെ, ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.